സ്ലാബ് പോക്കിട്ട് അടിഞ്ഞ് വലിക്കുന്നില്ല. തുടങ്ങി അവിടെ വരുമ്പോഴത്തേക്ക് ഫുൾ ടൈറ്റായിട്ട് കിടക്കാം. ടൈറ്റാണ് ആർക്കരെ ക്യാമറ എന്റെ ഫോൺ എന്റെ ഫോൺ പറ്റുന്നതാണ്. മഴ ശക്തമായതോടെ മുണ്ടക്കയം കൂട്ടിക്കൽ റോഡ് ജംഗ്ഷനിൽ ദേശീയപാതയോരത്തുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. ആഴ്ചകളായി തുടരുന്ന പ്രശ്നത്തിൽ ദേശീയപാത വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച പഞ്ചായത്ത് നേരിട്ട് മുൻകൈയെടുത്ത മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ആരംഭിച്ചത്. മഴ തുടങ്ങിയതോടെ കൂട്ടിക്കൽ റോഡ് ജംഗ്ഷനിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. സ്കൂളുകൾ തുറന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ മലിനജലത്തിലൂടെ നടക്കേണ്ട അവസ്ഥയായിരുന്നു. പ്രശ്നം രൂക്ഷമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് ദേശീയപാത വിഭാഗത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും സ്ലാബുകൾ പൊളിച്ച് മാലിന്യം നീക്കാൻ അവരുടെ അനുമതി വേണമെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. തുടർന്ന് പഞ്ചായത്ത് ദേശീയപാത വിഭാഗത്തിന്റെ അനുമതിക്കായി കാത്തുനിന്നെങ്കിലും യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമാകാനും വെള്ളക്കെട്ട് മൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാനുമുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അനുകൂല കാലാവസ്ഥ നോക്കി പഞ്ചായത്ത് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത്. കൂട്ടിക്കൽ റോഡ് കടന്നുപോകുന്ന ഭാഗത്തെ ഓടകൾ പൂർണ്ണമായും മാലിന്യം അടിഞ്ഞുകൂടിയ നിലയിലാണ്. ഇത് പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകൂ. ഓടയ്ക്ക് മുകളിലെ ഭൂരിഭാഗം സ്ലാബുകളും JCB ഉപയോഗിച്ച് നീക്കം ചെയ്ത ശേഷം തൊഴിലാളികൾ മാലിന്യം വാരി മാറ്റും. ഏറെ നേരം സമയമെടുക്കുന്ന പ്രവൃത്തിയായതിനാൽ ദേശീയപാതയിൽ കൂടിയുള്ള വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴി തിരിച്ചുവിട്ടാണ് നിലവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.